ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിനകത്തുള്ള മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ഈ 3 to 5 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, മീൻസ് കണക്കുകളാണ് നമ്മൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ മുന്നേ ഉള്ള ഒരു ചാപ്റ്റർ ആണല്ലോ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക്, മീൻസ് അതിൽ നിന്ന് ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് അടങ്ങുന്ന വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് തേർഡ് ചാപ്റ്ററിലോട്ട് പോകാം. തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 4-5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാൽക്കുലേഷനാണ് TP MP AP എന്ന് പറയുന്നത്. അതായത് TP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ്, MP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർജിനൽ പ്രോഡക്റ്റ്, AP എന്ന് വെച്ചാൽ എന്താണ്, അതെ ആവറേജ് പ്രോഡക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും നമുക്ക് കാൽക്കുലേഷന് വരാറുണ്ട്. ഓക്കെ, ഇപ്പോൾ APയും MPയും കാണാനുള്ള ഇക്വേഷൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. APL = TPL / L ആൻഡ് MPL = എന്താണ് TPL - TPL - 1 എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ TPL / ഡെൽറ്റ L എന്നോ ഏത് വേണോ നമുക്കവിടെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ഞാനൊന്ന് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഈ ടേബിൾ ഫോർമാറ്റിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അത് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു L എന്ന് പറയുന്ന പോർഷനും TPLും TPയും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ. ബാക്കി APയും MPയും മാത്രമായിരിക്കും നമ്മൾ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. Lഉം TPയും നമുക്ക് TPLും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, APയും MPയും മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി AP നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ AP കാണാനുള്ള ഇക്വേഷനാണ് ഇതാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? APL = TPL / L അല്ലേ. അപ്പോൾ ദാ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, TPL Lഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ AP കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമുക്ക് 0 ആയിട്ട് തന്നെയാണ് വരിക. ഓക്കെ, ദെൻ അടുത്തത് എങ്ങനെയാണ്, 1/1. ഇതാണ് 1/1 1 ആണ് ആൻസർ AP വരിക. അടുത്ത 3/2 അല്ലെ, 3/2 എന്ന് പറയുമ്പോൾ 1.5 ആണ് ആൻസർ വരുന്നത്. 7/3 എന്ന് പറയുമ്പോൾ എത്ര വരും, 2.33 ആൻസർ വരുന്നുണ്ട്. 10/4 എന്ന് പറയുമ്പോൾ 2.5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇത് നിങ്ങളിങ്ങനെ ആൻസേഴ്സ് മാത്രം ഇവിടെ എഴുതിയാൽ മതി കേട്ടോ, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, AP കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, TPLനെ L കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ആൻസർ. ഇനി MB എങ്ങനെയാണ് കാണുക, മാർജിനൽ പ്രോഡക്റ്റ്. MB കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, TPL ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, MB കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ MB എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് TP ആണ് ആവശ്യം. ഓക്കെ, എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ TP, അത് നമ്മൾ ഇക്വേഷൻ അങ്ങനെയല്ലേ പറഞ്ഞേ, MPL = എങ്ങനെയാണ്, TPL - TPL - 1. TPL നിന്നാണ് നമുക്ക് MPL മീൻസ് MP നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യാമെന്നുള്ളത്. വളരെ ഈസിയാണ് കേട്ടോ. TP നോക്കുക, നമ്മൾ ഈ 0 ഉണ്ടല്ലോ, ഇത് അവിടെയും 0 ആയിട്ട് തന്നെ ആദ്യം അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, 0 തന്നെയാണ് 0 ആയിട്ട് തന്നെയാണ് അവിടെ ആദ്യം ഫസ്റ്റ് വാല്യൂ വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ താഴെ കിടക്കുന്ന ഈ ഒരു 1 കാണുന്നുണ്ടല്ലോ, 1 - 0 ചെയ്യുക. അപ്പോൾ എത്ര വരിക, 1 കിട്ടും. ഇനി ഇതുപോലെ മീൻസ് അതായത് താഴെ കിടക്കുന്ന വാല്യൂ കൊണ്ട് മുകളിലത്തെ വാല്യൂവിനെ മൈനസ് ചെയ്ത് ആൻസറിലോട്ട് എത്തുക. അത്ര തന്നെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ വാല്യൂ അതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തു 0, അടുത്ത് 1 - 0 1 കിട്ടുന്നു. ഇനി 3 - 1 2 ആണ് ആൻസർ വരുന്നത്. 7 - 3 എത്ര വരുന്നു, 4 ആണ് ആൻസർ വരിക. ഇനി 10 - 7 എന്ന് പറയുമ്പോൾ എത്ര വരും, 3 ആണ് ആൻസർ വരിക. ഓക്കെ, ഇങ്ങനെ മൈനസ് ആണ് ചെയ്തതെന്നുള്ളതൊന്നും എഴുതണ്ട, ജസ്റ്റ് ഈ വാല്യൂസ് മാത്രം, ആൻസേഴ്സ് മാത്രം അവിടെ എഴുതിയാൽ മതിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം 0 നമ്മൾ അതുപോലെ കൊടുത്തു. പിന്നെ എന്താണ്, താഴത്തെ വാല്യൂ കൊണ്ട് മുകളിലത്തെ വാല്യൂവിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, MB കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ TP ഈ ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം കേട്ടോ. ഓക്കെ, 1 - 0 3 - 1 7 - 3 10 - 7 എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് വരുന്ന രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q = 5x1 2 x2 4 ഇഫ് x1 = 3 ആൻഡ് x2 = 2 വാട്ട് ഈസ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ ഈ ഒരു മോഡലിൽ ചോദ്യം വരാറുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഏതാണ്, Q = 5x1 2 x2 4. ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് x1 നമ്മൾ 3 ആയിട്ട് എടുക്കണം. ഓക്കെ, x2 എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കുക, 2 ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതായത് ഇവിടെ നമ്മൾ ഈ x1ൻ്റെ സ്ഥാനത്ത് 3 ഇടണം, പിന്നെ എന്താണ് x2ൻ്റെ സ്ഥാനത്ത് 2 ആണ് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊടുത്ത് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ്. നോക്കൂ, x1 നമുക്ക് 3 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, x2 എത്രയായിട്ടാണ് 2 ആയിട്ട് എടുക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു? q = 5x1 2x2 4 ആണ് നമുക്ക് തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഈ പറഞ്ഞ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, q = 5 നമുക്ക് അതുപോലെ കൊടുത്തു. 5 ഇൻറ്റു x1ൻ്റെ സ്ഥാനത്ത് നമ്മൾ 3 ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, 5 ഇൻറ്റു 3, പിന്നെ ഈ 2, ഓക്കെ 3 സ്ക്വയർ ആയിട്ട് നമ്മൾ അവിടെ എടുത്തു. 3 ഇൻറ്റു മീൻസ് 3 ആ ഒരു 2 എന്ന് വെച്ചെങ്കിൽ 3നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണല്ലോ മീനിങ് വരുന്നത്. ഓക്കെ, സോ 3 സ്ക്വയർ ആയിട്ട് നമ്മൾ കൊടുത്തു. ഇനി ഇൻറ്റു x2ൻ്റെ സ്ഥാനത്ത് നമുക്ക് 2 കൊടുക്കാം, ഈ 4 അതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്കിത് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം? നോക്കൂ, ഇതിനെ നമ്മൾ ഇനി സോൾവ് ആക്കി എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. നോക്കൂ, 5 നമ്മൾ അതുപോലെ എഴുതി, ഇൻറ്റു ഈ 3 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ് അല്ലേ. 3 ഇൻറ്റു 3 9 ആണ് ആൻസർ വരുന്നത്. ഇൻറ്റു 2നെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക ആൻസർ? 16 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക അല്ലേ. സോ 5 ഇൻറ്റു 9 ഇൻറ്റു 16 എന്ന് പറയുന്നത് 720 ആണ് നമുക്ക് ഇവിടെ കിട്ടിയ ഒരു ഉത്തരം. മീൻസ് Q ആണ് നമുക്ക് 720 ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതല്ല നമ്മളെ റിയൽ ആൻസർ എന്ന് പറയുന്നത്. നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, ഈ ആൽഫയും ബീറ്റയും ഒക്കെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ആൽഫ ബീറ്റ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാം. ഓക്കെ, കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് കേട്ടോ. അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആൽഫ ബീറ്റ എടുത്തിട്ടുള്ളത്. കാരണം നോക്കിയാൽ ഈ ആൽഫ ബീറ്റ എവിടെ നിന്നാണ് കിട്ടുക? നമുക്ക് ഈ തന്നിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിൽ ഈ മുകളിൽ കാണുന്നില്ലേ നമ്പർ 2 എന്ന് പറയുന്നത്, ഇതാണ് ആൽഫ. ഓക്കെ, രണ്ടാമത് കാണുന്ന നമ്പർ 4 ആണ് ഇവിടുത്തെ ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ആൽഫയും ബീറ്റയും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയാണ്, മീൻസ് ഇത് രണ്ട് നമ്മൾ കൂട്ടിയാണ് വെക്കേണ്ടത് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ആൽഫ എന്ന് പറയുന്നത് 2 ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇതേ ഈ 2 ആണ് കേട്ടോ, ഡൗട്ട് വരേണ്ട. ഇനി ബീറ്റ എന്ന് പറയുന്നത് 4 ആണ്, ദാ ഈ മുകളിൽ കാണുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഈ 2 + 4 ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ ചെയ്യണം. 2ഉം 4ഉം കൂടി നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് 6 ആണ് വരുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തിയറി പോർഷൻ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു തിയറി പോർഷൻ പഠിക്കാനുണ്ട്. അതിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് IRSും DRSും CRS അല്ലേ, ദാറ്റ് ഈസ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, പിന്നെന്താണ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ, അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും വച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇവിടെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, കാരണം നമുക്കറിയാം ഇപ്പോൾ 6 ആണ് ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് വന്നത്. ഫൈനൽ ആൻസർ എത്ര കിട്ടിയത്? 6 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു 6 എന്ന് പറയുന്നത് 1നേക്കാളും കൂടുതലാണല്ലോ. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിലെ ഈ ഒരു ഇക്വേഷനിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് IRS ആണ്, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1നേക്കാളും കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നത് ആൻസർ ആയിട്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് വരിക. ഓക്കെ, അത് നിങ്ങൾ പഠിക്കുക. ഇനി 1നേക്കാളും കുറഞ്ഞൊരു വാല്യൂ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിലോ ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 1 ആണ് ആൻസർ ആയിട്ട്, 1 ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും അവിടെ വരുന്നത്. ക്ലിയർ ആണോ ആ ഒരു കാര്യം പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ജസ്റ്റ് ഒരു പുതുമ ഫീൽ ചെയ്യും. നോക്കൂ, ഞാൻ ഒന്നുകൂടി ഇതൊന്ന് പറഞ്ഞുതരാം. നമുക്കിവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് x1ഉം x2ഉം 3ഉം 2 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, നമ്മുടെ കോംപ്ലക്സ് പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യമായിട്ട് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷനകത്ത് നമ്മൾ ആദ്യം ഒന്നും ചെയ്യേണ്ട, ആ ഇക്വേഷൻ അതുപോലെ എഴുതുന്നു. നമുക്ക് x1ഉം x2ഉം ഏതൊക്കെ വാല്യൂസ് കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ അതുപോലെ കൊടുക്കുന്നു, സോൾവ് ചെയ്ത് നമുക്ക് ഉത്തരം എടുക്കുന്നുണ്ട്. 720 നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നൊരു റൂളാണ് നമ്മൾ എടുക്കുന്നത്. സോ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ ആൽഫയും ബീറ്റയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനകത്ത് ഈ 2 ആണ് ആൽഫ എന്ന് പറയുന്നത്, 4 ആണ് രണ്ടാമത് കാണുന്നതാണ് ഈ ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 2ഉം 4ഉം നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് ഫൈനലായിട്ട് കിട്ടിയ ആൻസർ അല്ലേ. 6 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. പിന്നെ നമ്മൾ തിയറി ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ 1നേക്കാളും കൂടുതലായിട്ടൊരു വാല്യൂ ആണ് ആൻസർ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്, IRS ആണ്. അതുകൊണ്ട് എവിടെ നമുക്ക് IRS എന്ന് കൊടുക്കാം. അഥവാ നമുക്ക് ആൻസർ ചെയ്ത് കിട്ടുമ്പോൾ 1നേക്കാളും കുറഞ്ഞ ഒരു വാല്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് എന്താണ്? DRS ആണ്, ദാറ്റ് ഈസ് ഡിക്രീസിങ് റിട്ടേൺസ് ടു അല്ലെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. 1 ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് CRS ആണ്, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് നമുക്കങ്ങനെ എല്ലായ്പ്പോഴും ചോദിക്കാറില്ല, പക്ഷേ
ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പാറ്റേൺ ഒരു ക്വസ്റ്റ്യനെങ്കിലും ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ 8 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന ഒരു കാൽക്കുലേഷനാണ് അല്ലേ. ഇപ്പം ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ എഴുതിയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ TFC, TVC, AFC, AC, MC, AVC ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഒരു സെറ്റ് ഓഫ് ആക്സസിൽ TFC, TVC, TC വരയ്ക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. വേറൊരു ഗ്രാഫ് വെച്ചിട്ട് AFC, AVC, AC, MC വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മീൻസ് കാൽക്കുലേറ്ററൊക്കെ വെച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു വലിയൊരു കണക്കാണ്. 8 മാർക്കിന് നമുക്ക് ചോദിക്കാം. ഇനി 8 മാർക്കിന് അഥവാ വന്നില്ലെങ്കിൽ 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ടും ഇതെന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും പഠിക്കുക. ഞാൻ അതുകൊണ്ടാണ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇക്വേഷൻസ് നമുക്ക് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കൂ, നമുക്ക് ആ ഇക്വേഷൻസ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ടി സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ TFC പ്ലസ് TVC ചെയ്താൽ മതി. ഓക്കെ, TC കാണാൻ TFCയും TVCയും കൂട്ടിയാൽ മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് 2 ഇക്വേഷൻ കൂടി പഠിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനകത്ത് നിന്ന് TFC കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, TC മൈനസ് TVC ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ TVC കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, TC മൈനസ് TFC ചെയ്താൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ ഇത് 3 ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കാം. ഇനി അടുത്ത് വരുന്നതാണ്, നോക്കൂ, SAC എങ്ങനെ കണ്ടുപിടിക്കാം. SAC ഈസ് ഈക്വൽ ടു AFC പ്ലസ് AVC ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോക്കിക്കോളൂ. AFC ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, SAC മൈനസ് AVC അല്ലേ. ഇനി AVC ഈക്വൽ ടു SAC മൈനസ് AFC ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് 3 നമുക്ക് ഒറ്റ ഇതിൽ പഠിക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കൂ, TC ഈക്വൽ ടു AC ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലേ. TC കാണാൻ വേണ്ടിയിട്ട് AC ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്യാം. ഓക്കെ, TC കാണാനുള്ള വേറൊരു മെത്തേഡാണ് AC ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്താലും നമുക്ക് TC കിട്ടും. ഓക്കെ, അപ്പോൾ TFC കാണണമെങ്കിലോ AFC ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്യാം. TVC കാണണമെങ്കിൽ AVC ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്യാം. ഓക്കെ, ദെൻ AC ഈക്വൽ ടു എന്താണ്, TC ഭാഗം ക്വാണ്ടിറ്റി ചെയ്യാം. AFC ഈക്വൽ ടു TFC ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്യാം. AVC ഈക്വൽ ടു TVC ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്യാം. ഇത് ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. കാരണം നമുക്ക് പല രീതിക്ക് ഇതിൽ പല ഇക്വേഷൻസ് നമുക്ക് യൂസ് ആക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, MC അല്ലെങ്കിൽ SMC എന്ന് നമുക്ക് പറയാം അല്ലേ. MC കാണാൻ വേണ്ടിയിട്ട് ΔTC ബൈ ΔQ ആണ് നമ്മുടെ ഇക്വേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, MCX ഈക്വൽ ടു TCX മൈനസ് TCX മൈനസ് 1 എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പഠിച്ചു വെക്കുക. ഇത് ഇത്രയും കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് 8 മാർക്കിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതേണ്ടത്. ടേബിളായിട്ട് വരച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. നമുക്ക് ഡേറ്റ അവർ തന്നിട്ടുണ്ടായിരിക്കും, ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ടായിരിക്കും, TC അവർ തന്നിട്ടുണ്ടായിരിക്കും. ഇനി ബാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ഇത്രയും തന്നിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് വേണം ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ എവിടെ എഴുതിയിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഇതാ കണ്ടോ, ഇത്ര എഴുതിയിട്ടുണ്ട്. TC ഞാൻ താഴോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് TFC കാണണം, TVC കണ്ടുപിടിക്കണം, AFC കാണണം, AVC കാണണം, AC, MC ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ക്വാണ്ടിറ്റി TC തന്നിട്ടുണ്ട്. TFC എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. TFC കാണാൻ വേണ്ടിയിട്ട് TFC നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി ആയിട്ടുള്ളൊരു ട്രിക്ക് ഉണ്ട്. ട്രിക്കല്ല, അതൊരു നിയമമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, ആദ്യം ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 0 ആണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ 0 വരുമ്പോൾ നമ്മൾ പറയുന്നത് മീൻസ് അതിൻ്റെ ഒരു ലോജിക്ക് അങ്ങനെയാണ്. അതായത് 0 വരുമ്പോൾ TCയും TFCയും ഈക്വൽ ആയിരിക്കും. അതായത് TCക്ക് എവിടെ വന്നിട്ടില്ലേ 50, ഇത് തന്നെയായിരിക്കും TFC ആയിട്ട് ബാക്കി എല്ലായിടവും വരുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെയാണ്. നമുക്കത് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം ഇവിടെ. ഇഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു 0, TC വിൽ ബി ഈക്വൽ ടു TFC. ഓക്കെ, ഇതെല്ലാവരും പഠിച്ചു വെക്കുക. അത് പ്രൊഡക്ഷൻ 0 ആയിരിക്കുമ്പോൾ TC എത്രയാണോ അത് തന്നെയായിരിക്കും TFCയും വരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു റൂളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇതെന്താ പറയുക, ഇതിങ്ങനെയാണ്, ആ ഒരു ലോജിക്ക് ഇങ്ങനെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് എവിടെ 0 വന്നിട്ടുള്ളത് കൊണ്ടാണ് പ്രൊഡക്ഷൻ എവിടെ, അതായത് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ആണല്ലോ. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ 0 ആയതുകൊണ്ട് TC എവിടെ വന്നിട്ടുള്ള വാല്യൂ തന്നെയായിരിക്കും TFC ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എവിടെ 50 വന്നുകൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് വേറെ ഒരു ഡൗട്ടും കൂടാണ്ട് ബാക്കിയെല്ലാം നമുക്ക് നിരത്തി അങ്ങോട്ട് 50 എന്ന് എഴുതി വെക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വരാം, എവിടെ ഇനിയിപ്പോൾ 0 വരാണ്ട് ഇപ്പോൾ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്നുള്ളത്. നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 0 വച്ചിട്ടുള്ള തുടങ്ങുന്ന രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്.
വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് മാത്രം നമ്മൾ പഠിച്ചു പോയാൽ മതി. ഓക്കെ അപ്പോൾ 0 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടി സിയും ടി എഫ് സിയും ഈക്വൽ ആയതുകൊണ്ട് ഈ 50 തന്നെയാണ് ഇവിടെ മൊത്തം 50 നമുക്ക് എഴുതി വയ്ക്കാം. അത് ആദ്യമേ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. ടി വി സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഈ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഓരോന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. എവിടെ നോക്കൂ, നമ്മുടെ ടി വി സി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ടി സിയിൽ നിന്ന് ടി എഫ് സി കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടി വി സി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞേ, ടി സി മൈനസ് ടി എഫ് സി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടി വി സി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ടി സിയിൽ നിന്ന് ടി എഫ് സി കുറയ്ക്കാം. അപ്പോൾ 50 - 50 0 ആണ്. 60 - 50 എത്ര വരും, 10 വരും. 70 - 50 20 ആണ്. മനസ്സിലായി? ഇതുപോലെയാണ് നമ്മൾ മൊത്തത്തിൽ ഫില്ല് ചെയ്യേണ്ടത്. ടി സിയിൽ നിന്ന് ടി എഫ് സി കുറച്ച് കഴിഞ്ഞാൽ മതി, ടി വി സി നമുക്ക് ഫുള്ള് എവിടെ കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി എ എഫ് സി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? എ എഫ് സി കാണാൻ നമ്മൾ ഇക്വേഷൻ ഓർത്ത് നോക്കുക. എ എഫ് സി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് റൂളുണ്ട്? ഇതാ എവിടെ നോക്കൂ, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എ എഫ് സി കാണാൻ വേണ്ടിയിട്ട് ടി എഫ് സി ഭാഗം ക്വാണ്ടിറ്റി നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ അതായത് നോക്കൂ, എ എഫ് സി ആണ് നമ്മൾ കാണേണ്ടത്. നമുക്കിവിടെ ടി എഫ് സി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ എഫ് സി ഇവിടെ കിട്ടും. ഓക്കെ, 0. പിന്നെന്താണ് 50/1 50 ആണ് വരിക. പിന്നെന്താണ് 50/2 25, 50/3 16.67. ഇങ്ങനെയാണ് എ എഫ് സി ചെയ്യുന്നത്. നമ്മളെന്താ ചെയ്തത്? എ എഫ് സി ഈക്വൽ ടു ടി എഫ് സി ഭാഗം ക്വാണ്ടിറ്റി, ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അവിടെ നമ്മൾ എ എഫ് സി കണ്ടുപിടിച്ചത്. ഇനി എ വി സി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷൻ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട് എ വി സി ഈക്വൽ ടു ടി വി സി ഭാഗം ക്വാണ്ടിറ്റി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, എ വി സി ഈക്വൽ ടു ടി വി സി ഭാഗം ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ 0 അതുപോലെ വരുന്നുണ്ട്. 10/1 10 ആണ് വരിക. 20/2 10 വരുന്നു. 30/3 10 വരുന്നു. ആ രീതിക്കാണ് എ വി സി കണ്ടുപിടിച്ചത്, ടി വി സി ഭാഗം ക്വാണ്ടിറ്റി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. എ സി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ എ സി കാണാൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഇതാ കണ്ടോ, എ സി അല്ലെങ്കിൽ എസ് എ സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ എഫ് സിയും എ വി സിയും കൂട്ടിയാൽ മതി, നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എസ് എ സി അല്ലെങ്കിൽ എ സി കണ്ടുപിടിക്കാം. എ എഫ് സിയും എ വി സിയും കൂട്ടിയാൽ മതി അല്ലേ. 0 തന്നെയാണ് ഇവിടെ വരിക. 50 + 10 60, 25 + 10 35. ഈ രീതിക്കാണ് നമുക്ക് ഓരോന്ന് അവിടെ എ സി കിട്ടുന്നത്. എ എഫ് സി പ്ലസ് എ വി സി എന്നുള്ള ഇക്വേഷനാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തത് എ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എം സി ചെയ്യാൻ വേണ്ടിയിട്ട് എം സി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എം സി നമുക്ക് ചെയ്യാനൊരു മെത്തേഡ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അവിടെ ബ്ലാങ്ക് ആയിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് വാല്യൂ അവിടെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മൾ ചെയ്യേണ്ടത് ടി സിയിൽ നിന്നാണ് നമ്മൾ എം സി കണ്ടുപിടിക്കേണ്ടത്. ഞാൻ എന്താ ഈ പറഞ്ഞ ടി സി. ഓക്കെ, ഞാനൊന്ന് ടിക്ക് ചെയ്ത് വയ്ക്കാം. ടി സിയിൽ നിന്നാണ് നമ്മൾ എം സിയിലോട്ട് എത്തേണ്ടത്. ഓക്കെ, എം സി. ഓക്കെ, കാരണം നമ്മുടെ ഇക്വേഷനും അങ്ങനെയാണ്. ടി സിയിൽ നിന്നാണ് നമുക്ക് വരുന്നത്. എം സി എക്സ് ഈക്വൽ ടു ടി സി എക്സ് മൈനസ് ടി സി എക്സ് മൈനസ് 1 എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നോക്കൂ. ടി സിയിൽ താഴത്തെ വാല്യൂ നിന്ന് മുകളിലത്തെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി, നമുക്ക് എം സി കിട്ടും. അതായത് 60 - 50 10, 70 - 60 10. ഇനി 80 - 70 10 ഇതാ വന്നു. ഇനി 110 - 80 എന്ന് പറയുമ്പോൾ 30 വരുന്നു. 150 - 110 എന്ന് പറയുമ്പോൾ 40 വരുന്നു. 200 - 150 50 വരുന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ ചെയ്തല്ലോ, അതുപോലെ ആ ഒരു മെത്തേഡാണ് എവിടെയും വരുന്നത്. ഓക്കെ, നമ്മൾ എം സി ഒന്ന് ശ്രദ്ധിച്ചോണം. ടി സിയിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ വാല്യൂ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വിടുന്നു. ബാക്കി നമ്മൾ ഈ ഒരു താഴത്തെ വാല്യൂ നിന്ന് മുകളിലത്തെ വാല്യൂ മൈനസ് ചെയ്ത് ഇത്തരത്തിൽ എഴുതിയാൽ മതിയാവും. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ചെയ്തപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും അവിടെ ചെയ്യാനായിട്ട് വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. ആകെയുള്ള ഒരു പ്രശ്നം ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇക്വേഷൻസ് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. ഇക്വേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ്റെ മോഡൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്കത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഈ ഒരു ടി എഫ് സി ഫില്ല് ചെയ്യുന്നതാണ്. പ്രൊഡക്ഷൻ 0 ആയതുകൊണ്ട് ടി സിയും ടി എഫ് സിയും ഈക്വൽ ആണ് എന്നുള്ള റൂൾ വെച്ചിട്ടാണ് ഇവിടുത്തെ 50 ഇവിടെ മൊത്തം 50 ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്തെടുക്കാം. എം സി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ടി സി ആയിട്ട് വെച്ച് നമ്മൾ ചെയ്തോളാം. ഓക്കെ, ഇനി നമുക്ക് ഇത് തന്നെ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. ടി എഫ് സി, ടി വി സി, ടി സി ഇത് മൂന്നും നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ നമ്മൾ കണ്ടുപിടിച്ച ഡേറ്റ ബേസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എം സി, എ സി, എ ബി സി, എ എഫ് സി ഈ കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് തന്നെയാണ് ഇത് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു രീതിക്കൊക്കെയാണ് ഫിഗർ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഇത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിലും ഇത് മസ്റ്റായിട്ടും ചോദിക്കാറുണ്ട്. നമുക്ക് ചോദിക്കുമ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ടി സി, ടി വി സി, ടി എഫ് സി. അപ്പോൾ അതെല്ലാവരും ഒന്ന് വരച്ച് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു 3rd ചാപ്റ്ററിലെ ആദ്യം നമ്മൾ ടി പി, എം പി, എ പി കാൽക്കുലേഷൻ നോക്കി. പിന്നെന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കി. പിന്നെ ഈ ഒരു കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു പ്രോബ്ലം, ഇത് 8 മാർക്കിൻ്റെ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ 4ാമത്തെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ലെന്ത് കൂടി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.
മറ്റത് രണ്ട് നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.